കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബിഷപ്പ് ഉണ്ടാക്കിയത് കണക്ക് ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന് മെയിനായിട്ട് ഉണ്ടാക്കിയത് കണക്ക് കിച്ചുവിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കിച്ചു ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, പണ്ട് ഇവിടെ കൂട്ടുകാരുമായിട്ട് വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ മദ്യപിച്ചുണ്ടെങ്കിൽ ബൈക്ക് ഓടിച്ച് പോയപ്പോൾ പോലീസ് പിടിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ ബൈക്കൊന്നും എടുത്തുകൊണ്ട് പോയില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് നോക്കി കഴിഞ്ഞാൽ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു ഭയങ്കര സംസാരം. രേണുവിന് ആരും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, രേണു ഒറ്റയ്ക്കൊന്നുമല്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരുന്നു. പല ഇൻ്റർവ്യൂസിലൊക്കെ ഇതാണൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ലേറ്റസ്റ്റ് ആയിട്ട് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്നിട്ട് ഇപ്പോൾ എന്ത് പറ്റി ബിഷപ്പ് ഉണ്ടെങ്കിൽ കിച്ചുവിനെ എതിർത്ത് പറയുന്നതെന്നുള്ള രീതിയിലൊക്കെയായി ആൾക്കാരുടെ സംസാരവും കാര്യങ്ങൾ. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ബിഷപ്പ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനുണ്ടെങ്കിൽ കിച്ചുവിന് എതിരൊന്നുമല്ല, കിച്ചുവായിട്ട് എനിക്കൊരു പ്രശ്നവുമില്ല, ഞാനുണ്ടെങ്കിൽ അല്ലാതെ കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ മീഡിയക്കാരാണ് വളച്ച് തിരിച്ചുകൊണ്ടെങ്കിൽ ഞാനും കിച്ചുവായിട്ട് പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് തീർത്തെന്നുള്ള രീതിയിലായിരുന്നു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രേണുവിൻ്റെ കേസ്, ഇപ്പോൾ രേണുവിന് അസുഖമായിരുന്ന സമയത്തുണ്ടെങ്കിൽ ബിഷപ്പ് ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും രേണുവായിട്ട് പ്രശ്നമൊന്നുമില്ല, അത് മീഡിയക്കാർ ഉണ്ടാക്കിയെടുത്തതെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കിച്ചുവിൻ്റെ കേസിലും പറയുന്നത്.